കോതമംഗലത്തെ ലവ് ജിഹാദ് ആത്മഹത്യയിൽ ഹിന്ദു ഐക്യവേദി പ്രക്ഷോഭത്തിലേക്ക്. ഓഗസ്റ്റ് 21 ഉപവാസ സമരം നടത്തും. ആർ വി ബാബു, ശശികല ടീച്ചർ തുടങ്ങിയവർ പങ്കെടുക്കും. ആത്മഹത്യയ്ക്ക് പിന്നിൽ ലവ് ജിഹാദ് തന്നെയാണെന്നും റമീസിന്റെ പശ്ചാത്തലം അന്വേഷിക്കണമെന്നും ആർ വി ബാബു ആവശ്യപ്പെട്ടു. മിഥുൻ അയ്യപ്പൻ ഒപ്പം ചേരുന്നു. മിഥുൻ, അതായത് പലരും മറച്ചുവെക്കാൻ ശ്രമിക്കുന്നത്, അതിൽ കൃത്യമായ നടപടി വേണം എന്നാവശ്യപ്പെട്ട് മുന്നോട്ട് വരികയാണ് ഹിന്ദു ഐക്യവേദി, അല്ലേ? തീർച്ചയായിട്ടും ഈ നടന്നത് ലവ് ജിഹാദ് തന്നെയാണെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ആർ വി ബാബു വ്യക്തമാക്കി പറയുന്നു. പല രാഷ്ട്രീയ കക്ഷികളും പല നേതാക്കന്മാരും ഇത് എടുത്തു പറയാൻ മടിക്കുന്നുണ്ട്. പൊതിഞ്ഞുകെട്ടിയും അല്ലെങ്കിൽ അത് മറച്ചു വെച്ചുമാണ് സംസാരിക്കുന്നത്, ഈ വിഷയത്തിൽ പ്രതികരണം നടത്തുന്നത്. പക്ഷേ ഇത് കേരളത്തിൽ വർഷങ്ങളായി നടക്കുന്ന ആസൂത്രിത നീക്കമാണെന്ന് തിരിച്ചറിയുകയും അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിരോധം തീർക്കുകയും ചെയ്യണമെന്നാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കേരളത്തിലും ഇപ്പോൾ ഉത്തരാഖണ്ഡ് അടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ കൊണ്ടുവന്നതുപോലെ കൃത്യമായിട്ടുള്ള ആസൂത്രിത നിർബന്ധിത മതപരിവർത്തനത്തിനെതിരെയുള്ള നിയമം കൊണ്ടുവരണമെന്നാണ് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ ഇപ്പോൾ കോതമംഗലത്തെ ഈ പെൺകുട്ടിയുടെ വിഷയത്തിൽ പ്രതിഷേധ സൂചകമായി ഓഗസ്റ്റ് 21 നേതാക്കന്മാർ പങ്കെടുക്കുന്ന ഉപവാസ സമരം കോതമംഗലത്ത് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൽ ആർ വി ബാബുവും ശശികല ടീച്ചർ അടക്കമുള്ളവർ പങ്കെടുക്കുകയും ചെയ്യും. അതിനുശേഷം പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്യും, അത് നടപ്പാക്കുകയും ചെയ്യുന്നത് വ്യക്തമാക്കിയിരിക്കുന്നു. ഈ നടന്നിരിക്കുന്നത് ആസൂത്രിതമായിട്ടുള്ള നീക്കം തന്നെയാണ്. അതിന്റെ ഭാഗമായി ഈ പ്രതിയായിട്ടുള്ള റമീസ് മാത്രമല്ല ഇതിന്റെ കുറ്റക്കാരായിട്ടുള്ളത്. റമീസിന്റെ പിന്നിൽ എന്താണ് സംഭവിച്ചത് എന്നതും പിന്നിൽ ആരൊക്കെയാണ് എന്നതും സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തണം. റമീസിന്റെ സംഘടനാ പശ്ചാത്തലവും വ്യക്തിപരമായിട്ടുള്ള പശ്ചാത്തലവും എല്ലാം തന്നെ അന്വേഷണ വിധേയമാക്കണമെന്ന് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കൾ ഇവിടെ ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ വീട്ടിലെത്തിയത്. അവരുമായി സംസാരിച്ചു. നിയമപരമായും എല്ലാമുള്ള സഹായം സംഘടനയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. കുറച്ചു മുമ്പ് BJPയുടെ നേതാവ് അനൂപ് ആന്റണി മാധ്യമങ്ങളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിങ്ങൾ ഛത്തീസ്ഗഡിലേക്ക് മാത്രം കണ്ണു നട്ടിരിക്കുന്നത് എന്തിനാണ്? അവിടേക്ക് മാത്രം കോൺഗ്രസ് നേതാക്കളടക്കം ഓടിയെത്തിയത് എന്തിനാണ്? എന്തുകൊണ്ട് നിങ്ങൾ കോതമംഗലത്തേക്ക് പോകുന്നില്ല എന്ന്. അപ്പോൾ എല്ലാവരുടെയും ലക്ഷ്യം മറ്റൊന്നാണ്. അത് പുറത്തു കൊണ്ടുവരികയാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദി ലക്ഷ്യമിടുന്നത്. പി കെ ശ്രീമതി ഇടത് നേതാവ് ഇന്നും ഇവിടേക്ക് എത്തിയിരുന്നു. ഇന്ന് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ 2 കേന്ദ്രമന്ത്രിമാർ എത്തി ഇവിടെ കുടുംബത്തിന് പിന്തുണ അർപ്പിക്കുകയും അതുപോലെ തന്നെ എല്ലാവിധത്തിലുള്ള വാഗ്ദാനങ്ങളും നൽകിയതിനു ശേഷമാണ് അവർ മടങ്ങിയത്. അതിനുശേഷമാണ് ഇന്നൊരു മറ്റു നേതാക്കൾ ഇപ്പോൾ വീട്ടിലേക്ക് എത്തി തുടങ്ങുന്നത്. ഇന്ന് ഇടത് നേതാവായിട്ടുള്ള പി കെ ശ്രീമതി എത്തിയിരുന്നു. അവർ ഇത് ലവ് ജിഹാദാണെന്ന് പറയാതെ ഒളിച്ചു വെക്കുകയാണ് ചെയ്തത്. ലവ് ജിഹാദ് ഒന്നും ഞാൻ പ്രയോഗിക്കുന്നില്ല, പക്ഷേ നിർബന്ധിതമായിട്ടുള്ള മതം പരിവർത്തനത്തിന് ഒരു ശ്രമം നടന്നു. കല്യാണം കഴിക്കണമെങ്കിൽ ഇത്തരത്തിൽ മതം മാറണം എന്നുള്ള ആവശ്യം അത് അംഗീകരിക്കാൻ ഈ കുട്ടിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അത് തന്നെയല്ലേ ലവ് ജിഹാദ് എന്ന് ചോദിക്കുമ്പോൾ അത്തരത്തിൽ ഞാൻ പ്രയോഗിക്കുന്നില്ല എന്നുള്ള മാത്രമാണ് അവർ പറയുന്നത്. അത്തരത്തിൽ ഇതിനെ മറച്ചു വെക്കാനും എല്ലാമുള്ള ഗൂഢമായിട്ടുള്ള ശ്രമം ഇവിടെ നടക്കുന്നുണ്ട്. യാഥാർത്ഥ്യത്തെ എത്രത്തോളം മറച്ചു വെക്കാൻ കഴിയുമെന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ അനൂപ് ആന്റണി പറഞ്ഞതെല്ലാമാണ്. ഇതെല്ലാം ഏറ്റവും പുതിയ സംഭവം, ഒറ്റപ്പെട്ട സംഭവം എന്ന് ആവർത്തിക്കുന്നുണ്ടെങ്കിലും ഇത് നിരന്തരമായി നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ്. അതിന് ഉദാഹരണങ്ങൾ നിരവധിയുണ്ട്. അവയെല്ലാം മറച്ചു വെക്കപ്പെടുകയും ചെയ്യുന്നു. ആസൂത്രിതമായിട്ടുള്ള അത് മറച്ചു വെക്കാനും ശ്രമിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥ സംഭവം. അത് കോതമംഗലത്തെ വിഷയത്തിൽ വരുന്നു. ഇപ്പോൾ തന്നെ ഈ നിർബന്ധിത മതപരിവർത്തനം അടക്കമുള്ള വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നടപടിയെടുക്കാൻ ഈ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഈ പ്രതി റമീസിനെ മാത്രം പ്രതി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും ദിവസം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത്. ഇന്ന് മന്ത്രിമാരുടെ സന്ദർശനവും കടുത്ത പ്രതിഷേധവും ഉയർന്നതിന് ശേഷം മാത്രമാണ് ഈ ആത്മഹത്യാ
നടത്തിയ കുറിപ്പിൽ പോലും പറഞ്ഞിട്ടുള്ള, ഇതിന് കുറ്റക്കാരെന്ന് പറഞ്ഞിട്ടുള്ള ഈ റമീസിന്റെ ബന്ധുക്കൾക്കും അതുപോലെ തന്നെ റമീസിന്റെ സുഹൃത്തുക്കൾക്കും പ്രതി ചേർത്തുകൊണ്ടുള്ള ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറായിട്ടുള്ളത്. ഇത്തരത്തിൽ BJPയും ഹിന്ദു ഐക്യവേദിയും അടക്കം ഉയർത്തിയിരിക്കുന്ന വിവിധ പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ വിവിധ ക്രിസ്ത്യൻ സംഘടനകൾ, സീറോ മലബാർ സഭയടക്കം ഈ വിഷയത്തിൽ NIA അന്വേഷണം വേണമെന്നുള്ള ആവശ്യവുമെല്ലാം ഉയർത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ കടുത്ത നടപടിയിലേക്ക് നീക്കാൻ പോലീസ് പോലും തയ്യാറായിട്ടുള്ളത് എന്നുള്ളത് ഈ ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടി വരും. ഏതായാലും പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുകയാണ് ഹിന്ദു ഐക്യവേദിയും. അതുപോലെ തന്നെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയും നിയമപരമായിട്ടുള്ള പിന്തുണയും എല്ലാം തന്നെ ഉറപ്പ് നൽകുന്നുമുണ്ട് ഇന്നത്തെ സന്ദർശനത്തിലൂടെ. ശരി. കോതമംഗലത്തെ ലവ് ജിഹാദ് ആത്മഹത്യയിൽ ഹിന്ദു ഐക്യവേദി പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണ്. അവിടെ ഉണ്ടായത് ലവ് ജിഹാദ് തന്നെയാണെന്നും റമീസിന്റെ പശ്ചാത്തലം അന്വേഷിക്കണമെന്നും RV ബാബു ആവശ്യപ്പെട്ടു. ആ പ്രതികരണത്തിലേക്ക്. ആസൂത്രിതമായി ഈ കുട്ടിയെ പൊന്നാനിയിൽ കൊണ്ട് ഈ മതം മാറ്റാനുള്ള ശ്രമം അത് വീട്ടുകാരെ അറിയിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നു. വീട്ടുകാരറിയാതെ 2 മാസക്കാലം പൊന്നാനിയിൽ പോയി മതം മാറ്റാൻ വേണ്ടിയിട്ടുള്ള പഠനത്തിൽ ഏർപ്പെടണം എന്ന് തീരുമാനിക്കുന്നു. ഇത് ഒരു വീട്ടുകാരുടെ അല്ലെങ്കിൽ ആ വീട്ടിലെ റമീസിന്റെ അച്ഛന്റെ അമ്മയുടെയോ മാത്രം ഒരു തീരുമാനമായിട്ട് കാണാൻ സാധ്യമല്ല. ഇതിൽ ബന്ധപ്പെട്ടിട്ടുള്ള ആരാണ് റമീസിന്റെ സുഹൃത്തുക്കൾ, റമീസിന്റെ പിന്നാമ്പുറം എന്താണ്, അദ്ദേഹത്തിന്റെ സംഘടനാ പ്രവർത്തനത്തിന്റെ സ്വഭാവം എന്താണ്, അല്ലെങ്കിൽ മറ്റ് ബന്ധങ്ങൾ എന്താണ്, ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം നടക്കണം. അപ്പൊ ശക്തമായ നടപടികളിലേക്ക് പോകണം. കേരളത്തിൽ ഒരു മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവരണം. എന്നാൽ മാത്രമേ ഇത്തരം കേസുകളിൽ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ കഴിയൂ, ഇത് ആവർത്തിക്കാതിരിക്കാൻ കഴിയൂ. ആ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് ഈ വരുന്ന 21-ാം തീയതി വ്യാഴാഴ്ച കോതമംഗലത്ത് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ സ്വാമി ദേവചൈതന്യാനന്ദ സരസ്വതികളുടെ നേതൃത്വത്തിൽ ഒരു കൂട്ട ഉപവാസം ഈ ജില്ലയിലെ സംസ്ഥാന ഭാരവാഹികളും ജില്ലാ ഭാരവാഹികളും താലൂക്ക് ഭാരവാഹികളും ഒക്കെ പങ്കെടുക്കുന്ന ഒരു കൂട്ട ഉപവാസം നിശ്ചയിച്ചിരിക്കുകയാണ്.